അന്നത്തെ സംഭവങ്ങൾ മുഴുവൻ ഡിറ്റക്റ്റീവ് അരുണാചലൻ തന്റെ ഡയറിയിൽ കുറിച്ചു വെച്ചു. ഗ്രാമം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മുറിക്ക് പുറത്ത് കട്ടപിടിച്ച ഇരുട്ടിൽ ദൂരെയെങ്ങും ഒരു ചാവാലിപ്പട്ടിയുടെ ഓലി കേട്ടു. പ്രകൃതിയുടെ ഒരു ഇല പോലും അനങ്ങിയില്ല. കാറ്റേതോ നിഗൂഢതയിൽ ഒളിച്ച പോലെ. അന്തരീക്ഷത്തിൽ പഴകിയ ചോരയുടെ മണം തളം കെട്ടി നിൽക്കുന്നതായി അരുണാചലത്തിന് തോന്നി. ഡയറി അടച്ചു വെച്ച് ഉള്ളിൽ കെട്ടുപിടിഞ്ഞു കിടക്കുന്ന ചിന്തയുടെ കുരുക്കൾ അഴിക്കാൻ തുടങ്ങിയായിരുന്നു അയാൾ. ഒടുങ്ങിനെ നിങ്ങളായിരുന്നോ? പേടി കാണുമെന്നറിയാമായിരുന്നു. അതിന്റെ അളവ് പരിശോധിക്കുകയായിരുന്നു ഞാൻ. വളരെ കൂടുതലാണ്. ഓ, രാത്രി ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുമ്പോ ഇങ്ങനെ പേടിപ്പിച്ച് ആരായാലും പേടിച്ചു പോയില്ലേ? ശരി, പുറത്തേക്ക് വന്നോളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യ ഇപ്പൊ തന്നെ ഞാൻ പഠിപ്പിച്ചേക്കാം. ഉണ്ണികൃഷ്ണൻ ശ്രദ്ധിച്ചോളൂ. തീപ്പെട്ടിക്കുള്ളി ഇങ്ങനെ വെച്ചിട്ട് തള്ളവിരലെ കൊണ്ട് നന്നായി അമർത്തി പിടിക്കണം. ഇത് പഠിപ്പിക്കാനാണ് ഈ പാതിരാത്രിയിൽ വായിച്ചോണ്ട് എന്നെ പിടിച്ച് പുറത്തിറക്കിയത്? ഈ പഞ്ചായത്തിലെ പീക്കിരി പിള്ളേർക്ക് പോലും അറിയാവുന്ന വിദ്യ അത്. ഒരു വിദ്യയും കണ്ണുമടിച്ചങ്ങനെ നിന്നിക്കരുത്. വല്ലഭന് പുല്ലുമായുധമെന്ന് പറയുന്നത് പോലെ ഒരു CIDക്ക് വിജയം കൈവരിക്കാൻ ചിലപ്പോ ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ സഹായം വേണ്ടി വരും. അതെ അതെ, ഈ വിദ്യ എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ പറയുന്ന സ്ഥാനത്ത് കൃത്യമായി തെറിച്ചു കൊള്ളിക്കണം. അതിന് പറ്റുമോ? എഴുതാപ്പുറം വായിക്കാതെ ആശാൻ പറയുന്നത് കേട്ട് പഠിക്കണ്ടേ ഉണ്ണി? അച്ഛന് വയസ്സായെങ്കിലും വിവരമുണ്ട്. നോക്കൂ, ആ തെങ്ങിൻ ചുവട്ടിൽ കിടക്കുന്ന കടലാസാണ് എന്റെ ലക്ഷ്യം. ഇവിടെ നിന്നുകൊണ്ട് ഞാനത് കത്തിച്ച് കാണിച്ചു തരാം. 1, 2, 3. കലക്കൻ ഉന്ന ആശാനെ. അപ്പുറത്തെ പപ്പനാവന്റെ പറമ്പിലേക്കാ പോയത്. ഇനി അവിടെ തീ പിടിക്കുവോ? നീ ആ കരുനാക്കൊണ്ടൊന്നും മിണ്ടാതിരിക്കും പത്മം. എന്തുകൊണ്ടാണ് ഉന്നം തെറ്റിയതെന്ന് ഞാൻ വിശദമാക്കി തരാം. തെറ്റ് ആദ്യം പഠിപ്പിച്ചിട്ട് പിന്നെ ശരി പഠിപ്പിക്കുക. അതാണ് എന്റെ ഒരു രീതി. തിയറി ഒന്നും പഠിച്ചോണ്ടിരിക്കപ്പോ സമയമില്ല എന്റെ ആശാനെ. ആ തീപ്പെട്ടി കൊടുത്താ ലക്ഷ്യസ്ഥാനത്ത് എങ്ങനെയാ കൊള്ളിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നാലൊന്ന് കാണിക്ക്. ആദ്യമായി കൊള്ളിയെടുത്ത് തള്ളവരൽ കൂട്ടകൻ അമർത്തി പിടിക്കുക. എന്നിട്ട് എന്റെ മുത്തപ്പ, കൃഷികാരനായ എറിഞ്ഞ കൊള്ളി പത്മനാഭന്റെ വൈക്കത്തുറവിലാണല്ലോ ചെന്ന് വീണത്. നാട്ടുകാരോട് നമ്മളിനി എന്ത് സമാധാനം പറയാൻ എന്റെ ഉണ്ണികൃഷ്ണ? ആ തീയുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണോ അതോ മന്ത്രിമാരെ നിഷേധിക്കണോ? എന്തിനും ഞാൻ തയ്യാർ. ഏറ്റെടുത്ത കുഴപ്പമെന്താ? ശാസ്ത്രീയമായിട്ട് അടിവശമില്ലാത്ത വെറും കർഷക തൊഴിലാളികൾ അവര്. ഇടിക്കൊരു മയം ഉണ്ടാവില്ല. അയ്യോ, എന്നാ അത് വേണ്ട, നിഷേധിക്കാം. പെരയിലോട്ട് തീ പിടിക്കുന്നതിന് മുമ്പ് ചെന്ന് കെടുത്താൻ നോക്ക്. ഞാൻ ഒറ്റയ്ക്കോ? ഉണ്ണി ഇവിടെ വാ. നീയും കൂടെ നോടി ചെല്ലേണ്ട ഉണ്ണികൃഷ്ണ. തീപ്പെട്ടിക്കുള്ളിക്ക് ശക്തിയാണെന്ന് ഇപ്പൊ മനസ്സിലായി. കോപ്പടപാട് പോ. ഗണപതിക്ക് വെച്ചതിന്റെ കാക്ക കൊണ്ടുപോയല്ലോ. ഇപ്പോൾ എന്ത് കാണുന്നു? തോക്ക്. അതല്ല ചോദിച്ചത്. തോക്കിലൂടെ എന്ത് കാണുന്നു? ഒന്നും കാണുന്നില്ല. ഒരു മൂടില്ല ആശാനെ. ഇന്നലെ ദേഹം നൊന്നപ്പോ ഞാൻ അറിയാതെ. അതൊന്നും സാരമില്ല. ഇനി എങ്ങനെ ആവർത്തിക്കാതിരുന്നാ മതി. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കൂ. തോക്കെടുക്കൂ. നേരെ പിടിക്കേ. ഇങ്ങനെ. ഇപ്പോൾ എന്ത് കാണുന്നു? മരങ്ങൾക്കിടയിലൂടെ ആകാശം കാണുന്നു. കാഞ്ചി വലിക്കട്ടെ. ആകാശത്തേക്ക് വിടുവെച്ചാൽ ഇതെന്നാ പോലീസ് വിടി പോറ്റാണോ? തത്തയെ കാണുന്നില്ലേ? ഇല്ല. തത്തയുടെ കണ്ണ് കാണുന്നില്ലേ? ഇല്ല. ഓഹോ, ആശാൻ മഹാഭാരതത്തിലെ ദ്രോണാചാര്യ കളിക്കുകയാണല്ലേ. ഈ വിവരം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അർജുൻ ഉത്തരം കൊടുത്ത പോലെ ഞാനും തന്നല്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിനറാണ് മിസ്റ്റർ ദ്രോണാചാര്യൻ. ഞങ്ങളൊക്കെ അദ്ദേഹത്തെയാണ് ഫോളോ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യും, തത്തയുടെ ഒരു കണ്ണ് ആശാൻ ആദ്യം വെടിവെച്ച് പൊട്ടിക്ക്, അടുത്ത കണ്ണ് ഞാനും പൊട്ടിക്കാം. അത് വേണോ? ആശാൻ ഒന്ന് കാണിച്ചു കൊടുക്ക്, എന്നാലേ അവന് പഠിക്കാൻ പറ്റൂ. എന്തിനാ പേടിക്കുന്നത്? ആശാന് പഠിച്ചാൽ ഏത്തമില്ലല്ലോ. എനിക്ക് പിഴയ്ക്കുമെന്ന് നിന്നോട് ആര് പറഞ്ഞു? അല്ല, ഉണ്ണിയെ കണ്ടാൽ അറിയാലോ, ഊരിലെ പഞ്ഞം. ഏത് കണ്ടാ പൊട്ടിക്കേണ്ടത്? ഇടതോ വലതോ? ആശാൻ ഇഷ്ടമുള്ളത് പൊട്ടിച്ചോ. ആശാന് പഴിച്ചു. ഓ അയ്യോ, ഈ നാശം പിടിച്ച ഒരു കാറ്റ്. കാറ്റത്താരും വെടിവെക്കത്തില്ലേ? ഇത് നോക്കിക്കോ. അവരൊരാടിനെയും കൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. എന്താ കാര്യം? ആശാൻ വെടിവെച്ചപ്പോ ഒരു ആടിന്റെ കരച്ചിൽ കേട്ടായിരുന്നു. അത് തന്നെ കാര്യം. ചക്കിന് വെച്ചത് കൊക്കിനാ കൊണ്ടത്. പപ്പുണ്ണേട്ടന്റെ അന്നേ പറഞ്ഞതാ ഈ പഞ്ചായത്ത് കുളം കോരരുതെന്ന്. ഇന്നൊരു ആടിനെ കൊന്നു, നാളെ ഒരു മനുഷ്യനെ കൊല്ലില്ലാന്ന് എങ്ങനെ അറിയാം? 5 ഇടങ്ങളിൽ കറക്കുന്ന ആടായിരുന്നു. എന്റെയും കുഞ്ഞുങ്ങളുടെയും കഞ്ഞിയുടെ മുട്ടിച്ചല്ലട കാലമാടാ. നീ കുണം പിടിക്കത്തില്ലടാ. അവന്റെ കള്ള നോട്ടം കണ്ടില്ലേ? മരത്തിന്റെ മണ്ടയിലോട്ടാണല്ലോ ഋഷികേശനാര് വെടിവെച്ചത്. അതങ്ങനെ നിലത്ത് നിന്ന് ആടിന് കൊണ്ടു. ആടിനെ ഉന്നം വെച്ചാൽ മതിയായിരുന്നു. എനിക്ക് തത്തയ്ക്ക് കൊണ്ടേനെ. പോക്കൃതം കാണിച്ചിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ?
ഇനി ഇവന് വച്ചോണ്ടിരുന്ന ശരിയാവത്തില്ല. അടിക്കുന്നതാ. ഇങ്ങതാ വണ്ടി നാളേക്ക് വേണം. നല്ല ഒന്നാന്തരം വീട്. കുറഞ്ഞത് 1 ലക്ഷം കട്ടെങ്കിലും കയറിക്കാം. താങ്ക്സ്. யார் நீ ஏன் வந்து எதுக்கு வந்து என்ன பார்க்க வந்தேன் சொல்லடா சொல் சொல் சொல். കടുവയെ പിടിച്ച് കിടുവാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നേരിൽ കണ്ടു. അറിയാവുന്ന തമിഴ് വെച്ച് കാച്ചിക്കോ. ഉള്ള പോണം അമ്മ പാക്കണം. എതുക്ക്? രക്തം, കഫം, മലം, മൂത്രം, ചൊറി, ചെരങ്ങ, പുഴുക്കടി, അപസ്മാരം, ആസ്മ, ആണുരോഗം, മന്ദ, ഗ്യാസ് ട്രബിൾ, ധാതുക്ഷയം, ബലക്ഷയം, ഇമാതിരി എല്ലാവിധ പൈത്യത്തിനും പറ്റുന്ന ഒത്തമൂലി ഇരിക്കും സാർ. ഓ അപ്പൊ മൊബൈൽ മെഡിക്കൽ കോളേജാണല്ലേ? ഇവിടുത്തെ അമ്മാവക്ക് ഇന്തമാതിരി അസുഖങ്ങളൊക്കെ ഇരിക്കുന്നു ആര് പറഞ്ഞു? ഉള്ള വിടുങ്കോ തിരുമ്പി വരുമ്പോൾ ഞാൻ உங்களுக்கு എയ്ഡ്സ് മരുന്ന് ഫ്രീ ആയിട്ട് തരും. മെലിയാതിരിക്കാനുള്ള മരുന്നുണ്ടോ തന്റെ? ഇരിക്കു സാർ. എങ്കിൽ അത് കുറച്ചെടുത്ത് ഇവന് കൊടുക്ക്. ആദ്യം എന്റെ മെലിച്ചിരി മാറ്റും, എന്നിട്ട് എന്റെ എയ്ഡ്സ് മാറ്റാം. കോപിക്കാതയ്യ കൊഞ്ചം ഉള്ള വിടുക. വിടമാട്ടൻ. പരിചയമില്ലാത്ത ആരെ അകത്തോട്ട് കയറ്റി വിടരുന്ന സാറ് പറഞ്ഞിരിക്കുന്നത്. ലാടന്റെയും കോടാങ്കിയുടെ ഒക്കെ വേഷത്തിൽ കള്ളന്മാരും പിള്ളേരെ പിടുത്തക്കാരും ഇറങ്ങിയിരിക്കുന്ന കാലമായത്. സാർ അപ്പടി ഒന്നും சொல்லாதீங்க. நாங்க வந்து ஒரிஜினல் ലാഡേഴ്സ്. സർട്ടിഫിക്കറ്റ് ഇരിക്കാ. ഒറിജിനൽ ലാടനാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റോട്ട് വാ. എന്ന അകത്തേക്ക് വിടുന്ന കാര്യം പരിഗണിക്കാം. അരുന്ധതി നായർ. നാങ്ക വരട്ടുമാ. വരണ്ടാന്നല്ലേ പറഞ്ഞു ഇത്ര നേരം? നാങ്ക പോട്ടുമാ. എന്നാ ഇറങ്ങി പോടോ. ഇതാര് കാപ്പിരികൾ ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് പോയി. കളിക്കാൻ അങ്ങോട്ട് മാറിയില്ല മനുഷ്യ. സോറി, ഞാൻ എന്തോ ആലോചനയിലാണ്ട് പോയി. തോട്ടക്കാരൻ എന്തിനാ ആവശ്യമില്ലാതെ ആലോചിക്കുന്നത്? ഇതിന് മുമ്പ് വന്ന തോട്ടക്കാരനെ പറഞ്ഞു വിട്ടതേ ഈ ആലോചനയുടെ പേരില്ല. അയ്യോ, എങ്ങോട്ട് പോകുന്നു? അതൊരു തോട്ടക്കാരൻ അറിയേണ്ട കാര്യമില്ല. കാലം അത്ര നല്ലതല്ല. അവിവാഹിതകളും സുന്ദരികളുമായ സ്ത്രീകളെ വശീകരിച്ച് വിദേശത്തേക്ക് കടത്താൻ ചില കള്ളന്മാർ വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. കാര സൂക്ഷിക്കണം. അത് ഞാൻ നോക്കിക്കോളാം. സിറ്റൗട്ടി വെച്ചിരിക്കുന്ന ഇൻഡോർ പ്ലാന്റിന്റെ ഇലയ്ക്ക് ഒരു വാട്ടമുണ്ട്. വാരം ഓടിച്ച് നിൽക്കാതെ ചെന്ന് അതിന്റെ വാട്ടം തീർക്കാൻ നോക്ക്. ചെല്ല്. ഏലക്കാരിയ കൊച്ചമ്മയുടെ ഭാവ. തോട്ടക്കാരനോട് അവർക്ക് പുച്ഛമാണ്. സാരമില്ല, താഴെ വന്നല്ലേ സമ്മാനം മേടിക്കാൻ നോക്കൂ. വാ നമുക്ക് പിന്തുടരാം. എടാ, അവളെ കണ്ടിട്ട് ഒറ്റ നോട്ടത്തിൽ നിനക്ക് എന്ത് തോന്നുന്നു? നല്ല ആലുവ കട്ട പോലെ ഉണ്ട്. തലയിൽ കളിമണ്ണ് മാത്രമുള്ള നിന്നോട് ചോദിച്ച എന്നെ വേണം പറയാൻ. തെണ്ടി, അവളിപ്പ എങ്ങോട്ടാ പോകുന്നത്? മുമ്പോട്ട്. ആഹാ, നല്ല ബെസ്റ്റ് കട്ട. നിന്റെ 16 അടിയന്തരത്തിന് വച്ച് കത്തിക്കാം. നമ്മൾ അരുന്ധതി നായരുടെ പുറകെ ഇങ്ങനെ നടന്നിട്ട് എന്ത് പ്രയോജനം? എടാ തെണ്ടി, അവൾ എങ്ങോട്ട് പോകുന്നു, ആരെ കാണുന്നു, ആരൊക്കെയായിട്ട് സംസാരിക്കുന്നു എന്ന് നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ? അത് ശരിയാ. പിന്നെ മലയാളം സംസാരിക്കുന്ന 2 ലാടന്മാര് കുറെ നേരമായിട്ട് എന്നെ പുറകെ നടക്കുക. ആൾമാറാട്ടക്കാരാണെന്ന് തോന്നുന്നു. എവിടെ? അങ്ങനെ പോകാൻ വരട്ടെ. ഇന്ദ്രപ്രസ്ഥത്തിലെ സെർവന്റെ പിന്നാലെ കൂടിയിട്ട് കുറച്ചു നേരം ആയല്ലോ. എന്താ പ്രശ്നം? സർവന്റോ? അത് இந்த பொண்ணை குறிச்சு எங்களுக்கு ஒண்ணுமே தெரியாது. நாங்க புதுசா வந்த லாடேஸ். ஆமா, മലയാളത്തിൽ പറഞ്ഞാൽ മതി. അതെ, ഇപ്പൊ കേരളാവിൽ വന്നിട്ട് തമിഴ് പേശുന്നത് ശരിയല്ല. നിങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സംശയത്തോടെ നോക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ലാടവേഷത്തിൽ വന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ കിഡ്നി എടുത്ത് കരിഞ്ചന്തയിൽ വൻവിലയ്ക്ക് വിൽക്കുന്ന ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അത്തരം സംഘങ്ങളിൽ മെമ്പർഷിപ്പുള്ള ലാടന്മാരല്ല ഞങ്ങൾ. ഞങ്ങളുടെ പൂർവികർ ചെയ്തിരുന്ന പോലെ കൊടുങ്കാടുകളിൽ കയറി ഇറങ്ങി പച്ചില മരുന്നുകൾ പറിച്ച് അത് ഇടിച്ചു പിഴിഞ്ഞ് മരുന്നുണ്ടാക്കാൻ മെനക്കെടാതെ ST ഫാർമസിയിൽ നിന്നും കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ നിന്നും മരുന്നുകൾ വാങ്ങി വീട് വീടാന്തരം ചില്ലറ വിൽപ്പന നടത്തുന്ന ലാടവർഗത്തിന്റെ യുവജന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ. മനസ്സിലായോ?
ഇന്ദ്രപ്രസ്ഥത്തിൽ ഈ സർവന്റിന്റെ പിന്നാലെ ഞങ്ങൾ ചുറ്റിയത് മറ്റൊന്നിനുമല്ല. ഈ കുട്ടിക്ക് മുടി തീരെ കുറവാണ്. മുടി തഴച്ച് വളർന്ന സിദ്ധൌഷധം ഞങ്ങളുടെ പക്കലുണ്ട്. ആമത്തയിലും ചേർത്തുണ്ടാക്കിയ ഒരു അപൂർവം മരുന്ന് അത് കൊടുക്കാനാണ് ഞങ്ങൾ ഈ കുട്ടിയുടെ പിന്നാലെ കൂടിയത്. ആ നിങ്ങൾ പറയുന്നത് സത്യമാണോ? എന്താ എന്താ ഇവിടെ പ്രശ്നം? നിക്കണവിടെ അവിടെ നിൽക്കാനാ പറഞ്ഞു. തുണി കഴിഞ്ഞോ? തുണി കഴിഞ്ഞോ? കുന്തവും കൊല്ലത് പിടിക്കാം. മര്യാദക്കാണ് നിന്നോ നിൽക്കാൻ. ചൂടാ 2 ചായ കൂടണേ. ഇവിടെ 2 ചായ കൊടുക്ക്. അങ്ങനെയൊന്നും ആശാനല്ലേ? ആശാനത് ഞങ്ങളാ. ഓ, നിങ്ങളെന്താ ഈ വേഷത്തിൽ ഇവിടെ? ആശാനെന്താ ഇവിടെ? ഇതേ എന്റെ ഒരു പരിചയക്കാരന്റെ കടയാ. കൈക്കൊരു വ്യായാമം കിട്ടാൻ വേണ്ടി വെറുതെ ചായ അടിച്ച് സഹായിക്കുക. ചായയുടെ നല്ല വ്യായാമമാ. വെറുതെ കിടന്ന് ഉരുളാതെ ആശാനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ആ ഉരുളി എന്ത് ചെയ്യും? അതെ, ഞാനിവിടെ പണയം വെച്ചിരിക്കുക. നാട്ടിക്കല്ലേ, ഞാനത് എടുത്തു തരാം. വേണ്ട, ഉരുളി തിരിച്ചു കിട്ടാൻ അമ്മ ഒരുപാട് നേരത്തെ നടന്നിട്ടുണ്ട്. അതെ, ദൈവം തന്നെ അങ്ങ് എത്തിച്ചോളൂ. അയ്യോ, തൽക്കാലം ആശാൻ കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും കൊണ്ടുപോവാ. കടപ്പലകാരൻ നിന്നിട്ട് കുറെ നാളായി. അതെ, പൊറോട്ടയും കോഴിക്കറിയും പോരട്ടെ. അത് കൊണ്ടുപോവാ. പ്രതികാരം ചെയ്യാണല്ലേ? തത്തപ്പ് കൊണ്ടുവാ. ഓ ஏன் சார் அப்படி பாக்குறீங்க? பூதம் பாவி വർത്തമാനം കിളി ജോത്സ്യം. അകത്തേക്ക് പോണോ? ആമാ, എല്ലാ കാര്യങ്ങളും പറയുവോ? പറയും. ചീട്ട് നോക്കാതെ പറയുവോ? ഓ പറയും. എന്നാ പറ, ഇവിടെ കൈരളിയില് ഏത് പടം ഓടുന്നേ? അത് വന്നിട്ട് പോയി. തൊട്ടടുത്ത തിയേറ്ററിൽ ഓടുന്ന പടത്തിന്റെ പേര് പോലും പറയാൻ അറിയാത്ത താൻ എങ്ങനാടോ മനുഷ്യന്റെ ഭാവി ഫലം പറയാൻ പോകുന്നത്? എന്റെ പ്രേമശങ്കരാ, ചെക്കർക്കിട്ട് തന്നെ ടിക്കറ്റ് എഴുതണോ? ഈ കൂടും ചുമന്നുകൊണ്ട് വല്ല പ്രച്ഛന്ന വേഷ മത്സരത്തിനും പോയാല് നിനക്ക് പ്രോത്സാഹന സമ്മാനം കിട്ടും. പോ. അയ്യേ, അങ്ങനെ പോകാൻ വന്നല്ല. കാശ് മുടക്കി വേഷം കിട്ടിയെങ്കിലേ അത് പ്രയോജനപ്പെടുത്തിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. നല്ലതാ. മറ്റവൻ അകത്തിരുന്ന് രഹസ്യം ചോർത്തിക്കൊണ്ടിരിക്കുക. അവൻ ഇറങ്ങിയിട്ട് നമുക്ക് കയറിയ പോരെ. ആരുണ്ടെങ്കിലും എനിക്കെന്താ? എന്റെ ജോലിക്ക് വിഘ്നം വരുത്തരുത്. മാറിക്ക്. മറ്റവനെ തടഞ്ഞിട്ട് അവൻ നിന്നില്ല. അവനിപ്പോ അനന്തപത്മനാഭന്റെ ആളാണല്ലോ. ഇനി നിന്നെ കൂടി കയറ്റി വിട്ടിട്ട് എനിക്ക് കുഴി ഞാൻ തന്നെ തോണ്ടണോ? സി.ഡി. ആയിട്ട് തിരിച്ചു വരുമെന്ന് കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന എന്റെ അമ്മച്ചിയോട് വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് അതിക്രമിച്ച് കടന്ന് ശേഷിക്കുന്ന രഹസ്യങ്ങളും കൂടി ചോർത്തിക്കൊണ്ട് പോകാമെന്ന് കരുതണ്ടടാ വിട്ടി. പോടാ പട്ടി. ഒരു CIDക്ക് മറ്റൊരു CID പാരയായി നിന്നൂടാ. മാറിക്കടാ, ഇറങ്ങി പോടാ. പോടാ പോടാ. കേറുന്നില്ലേ? എന്താ അമ്മച്ച അവിടെ ഒരു ബഹളം? ഒരു വ്യാജ കിളിജോത്സിനെ അതിക്രമിച്ച് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. അയാളെ അകത്തേക്ക് കടത്തിവിട്. അയ്യോ കുഞ്ഞെ, ഇത് വെറും വേഷമാ, തട്ടിപ്പാ. തട്ടിപ്പ് മട്ടിപ്പൊന്നും അല്ലമ്മ. ഇന്താള് പോയി சொல்றேன். பூதம் பாவி വർത്തമാനം എല്ലാം കണിശമാ சொல்றேன். ഉമ്മച്ച, അയാളെ ഇങ്ങോട്ട് വിടാനല്ലേ പറഞ്ഞ? വരട്ടുമാ. B.Ed പാസ്സായിട്ടും ഉണ്ണികൃഷ്ണൻ വേറെ ഒരു ജോലിയും കിട്ടിയില്ലേ? സാറിനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ദമയന്തിയുടെ കാര്യം. ഞങ്ങളുടെ വിവാഹം നടക്കണമെങ്കിൽ എനിക്കൊരു ജോലി കൂടിയേ തീരൂ. അന്തസ്സുള്ള ജോലിയൊക്കെ നോക്കിയിരുന്ന അവളെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോകും സാർ. ദമയന്തി ഉണ്ണികൃഷ്ണന്റെ മുറപ്പെണ്ണാണോ? അല്ല സാർ, അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മോളാ. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതാ. കല്യാണത്തിന് ഞങ്ങളെ വിളിക്കാൻ മറക്കരുത്. അത് പിന്നെ പറയണം സാർ. അരുന്ധതിയുടെ കല്യാണം എപ്പോഴാ സാർ? ഒന്നും ആയിട്ടില്ല. ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. അതിനാലെ ഒരു അപകടം இந்த വീട്ടിലെ നടക്കപ്പോകുന്നത്. ഒരു നാളായില്ലേ? എന്താ അപകടം? അതിന്റെ തോട്ടക്കാരൻ കേക്കൂടാതെ. ഉമ്മന് തോട്ടത്തിൽ പണിയൊന്നുമില്ലേ? പോ. അപകടത്തെ പറ്റി ചൊല്ലട്ടുമാ. ഒരാള് അടുത്ത ദിവസങ്ങളിലായി ഇവിടെ ബന്ധം സ്ഥാപിച്ചു കൂടിയിട്ടുണ്ട്. അന്താള് കാരണം ഇങ്ങനെ ഒരു മരണം നടക്കപ്പോറത്. അയ്യോ, അത് ആരാണെന്ന് പറയാവോ? അന്താളിപ്പോ இந்த വീട്ടുക്കുള്ളത്താ ഇருக்கு. ഈ ഒബ്സഷൻ, OPM, കോബ്ര, പോയ്സൺ അങ്ങനെ ഒരുപാട് വില കൂടിയ സ്പ്രേകളുണ്ട് സാർ. ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊണ്ടിട്ടെ. എനിക്കത്ര വില കൂടിയൊന്നും വേണ്ട ഉണ്ണി.
ഒരു ഓർഡിനറി മതി. എന്നാ പിന്നെ ഈ ജാസ്മിൻ കൊണ്ടുവരല്ലേ? ആ നാളെ കൊണ്ടുവരൂ. ഓ നാളെ എങ്ങോട്ട് വരുന്ന കാര്യമായി പറയുന്നത്? ഇങ്ങോട്ട് അല്ലാതെ എവിടെ? വേണ്ട, ആരാ എന്താന്നൊക്കെ അറിയാൻ നിങ്ങൾ എന്തിനാ വല്ലവരെയും പിടിച്ച് വീട്ടിൽ കയറ്റുന്നത്? പ്രഭാവതി, നീ എന്ത് വിവരമില്ലായ്മയായി പറയുന്നത്? ഞാനല്ല പറയുന്നത്, ആ ജോത്സ്യനാ. എടാ തെണ്ടി, നീ ഈ വേഷത്തിൽ ഇവിടെ കയറി പറ്റിയോ? എന്നാ വരട്ടുമാ? മുഴുവൻ പറഞ്ഞില്ലല്ലോ. അയ്യോ, ഈ റാസ്കലായിരുന്നു. വിടരുത് അവനെ. ഞാൻ പോലീസിനെ വിളിക്കാം, ഞാൻ വിളിക്കാം. CID ഉണ്ണികൃഷ്ണന്റെ പാര വയ്ക്കാൻ അങ്ങനെ ഇവിടെ ആരും സ്വപ്നം കാണാൻ തട്ടണം. അതെ, CID ഉമ്മയിലുള്ള ഉമ്മൻ കോശിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. പോലീസ് സ്റ്റേഷനിൽ കയറി ലോക്കൽ പോലീസിന്റെ ഇടികൊള്ളുന്ന ആദ്യത്തെ CID നീ തന്നെയായിരിക്കും. നിനക്ക് അവാർഡ് ഉണ്ടോ ചേട്ടെ? വെടി വിട്, അല്ലെങ്കിൽ നീയൊക്കെ CID മാരാണെന്ന കാര്യം ഞാൻ വിളിച്ചു അവൻ പോയോ ഉണ്ണീഷ? ശരിക്കും എന്റെ പൊട്ടിച്ചാ വിട്ടത്. അവനിനി ഏരിയ കാല് കുത്തതില്ല. പോലീസ് വരുന്നതിന് മുമ്പ് അവനെ വിട്ടത് ശരിയായില്ല. പോലീസ് ഏൽപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല സാർ. മാനസിക രോഗികൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ അവർക്ക് നിയമമില്ലല്ലോ. അവൻ ഈ വേഷം മാറി വരാനുള്ള മോട്ടിവേഷൻ എന്താ? സിമ്പിൾ. അരുന്ധതിയോട് അവനൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ഞാനിവിടെ വരുന്നുകൊണ്ട് അവൻ അത് നടക്കുന്നില്ല. അതുകൊണ്ട് എന്നെ ഒഴിവാക്കണം, അത്രേ ഉള്ളൂ. കറക്റ്റ്. പോലീസുകാരോട് പുറപ്പെടണമെന്ന് പറയട്ടെ. ഓ, പെട്ടി. അവന്റെ അനുഭവം തന്നെയായിരിക്കും നിനക്കും. ഒരു മാരത്തോൺ ഓട്ടത്തിന് നീയും തയ്യാറായിക്കോ. ഉമയനല്ലൂർ ഉമ്മൻ കോശിയുടെ കുടുംബത്തിൽ ആരും ഓടിയ ചരിത്രമില്ല, ഒട്ടിച്ച ചരിത്രമേ ഉള്ളൂ. എങ്കിൽ ആ ചരിത്രം CID ഉണ്ണികൃഷ്ണൻ തിരുത്തി എഴുതും. ആ എഴുത് കയ്യക്ഷരെങ്കിലും നന്നാകട്ടെ. ആരെ ആകർഷിക്കുന്ന കാർകുന്തളമാണല്ലോ. അയ്യോ പ്ലീസ്, ഞാൻ അറിഞ്ഞില്ലേ. സോറി. ഞാനത് വിശ്വസിക്കുന്നില്ല. വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചാണേടാ. എന്നാ പിടിച്ചാണേട്. മിസ്റ്റർ ഗാർണർ, വാക്കുകൾ വളർത്തടിക്കരുത്. എന്റെ പേര് ഗാർഡനർ എന്നല്ല. ഓ, ഗാർഡനർ എന്ന് പറഞ്ഞാൽ തോട്ടക്കാരെന്നാണ് അർത്ഥം. അതറിയില്ലേ? അതെന്റെ തൊഴിലാണ്. എനിക്കൊരു പേരുണ്ട്. എന്റെ അപ്പനും വീട്ട പേര്. അയ്യോ അറിഞ്ഞില്ല. എന്താ പേര്? ഉമ്മ. എന്താ? ഉമ്മ. അയ്യോ ചേച്ചി. അയ്യോ, എന്തിനാ ചേച്ചി വിളിക്കുന്നേ? പിന്നെ പട്ടാപ്പകൽ അപവാദമായ യുവതിയുടെ മുഖത്ത് നോക്കി ഉമ്മയെ വെച്ച് ഉണ്ടായിരിക്കണോ? അയ്യോ, ക്ലാര എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ ഉമ്മ ചോദിച്ചതല്ല. അത് ചോദിക്കത്തക്കുള്ളൊരു ബന്ധം നമ്മൾ തമ്മിൽ ഉരുത്തിരിഞ്ഞ് വരട്ടെ, എന്നിട്ട് ചോദിക്കാം. ഇപ്പൊ ഞാൻ എന്റെ പേര് പറഞ്ഞതാ, ഉമ്മച്ചൻ. ഉമ്മനെ വിളിക്കും. എന്നാ ഉമ്മൻ അങ്ങ് ചെല്ല. വെള്ളം തലേ താഴ്ന്ന് ഉമ്മന് തുമ്മല് പിടിക്കാതെ ചെന്ന് കുളിക്കാൻ നോക്ക്. ദേഷ്യത്തിലാണോ? അതെ. നമ്മൾ തമ്മിൽ ഇങ്ങനെ കീരിയും പാമ്പും പോലെ കഴിയേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഇവിടുത്തെ ഗാർഡനർ, ക്ലാര കുക്ക്. ഒരേ സ്കെയിലിൽ ശമ്പളം പറ്റുന്ന അടിസ്ഥാന വർഗമാണ് നമ്മൾ. പോരാത്തതിന് രണ്ടും സത്യക്രിസ്ത്യാനികൾ. യോജിച്ചു നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലുകളും നടത്താം. അടുക്കളയും ആരാമവുമായിട്ടോ വലിയ അകലൊന്നും ഇല്ലല്ലോ. എന്നുവെച്ചാ? അല്ല, ഞാൻ ആരാമത്തിൽ നിന്നും ആന്തൂറിയം പറിച്ച് ക്ലാരയ്ക്ക് തരുന്നു. പകരം അടുക്കളയിൽ നിന്ന് അവലോസുണ്ടോ ഉണ്ടാക്കി ക്ലാര എനിക്ക് തരുന്നു. പരസ്പരം വിശ്വാസത്തോടു കൂടിയുള്ള ഒരു കൈമാറ്റം. അവലേശം ഉണ്ടാക്കി തരാൻ ഞാൻ ഇവിടുത്തെ വെറും സേർവനാണെന്ന് വിചാരിച്ചു. മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കറസ്പോണ്ടൻസ് കോഴ്സ് കുക്കിംഗ് ഒന്നാം കൂടെ പാസ്സായവളാണ് ഞാൻ. എന്റെ മഷ്റൂം സൂപ്പ് കഴിച്ചിട്ടുണ്ടോ? അയ്യോ ഇല്ല. കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ബാലിശോട് സംസാരിക്കില്ലായിരുന്നു. കുക്കിംഗിൽ ഡിപ്ലോമയും ഡിപ്ലോമസിയും നേടിയ ഞാൻ അവിടെ കിടക്കുന്നു. ചെടിക്ക് കുഴിതുകൊണ്ടെന്ന് നിങ്ങൾ അവിടെ കിടക്കുന്നു. തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പിടരുത്. തളയ്ക്കാൻ ചങ്ങല വേണം. ഉമ്മൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാൻ തളർന്നു പോയി എന്ന് പറഞ്ഞതാ. കറക്റ്റ്.